ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ 18.2 കോഷി-ഗോസെറ്റ് തിയറം. അപ്പോൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രൽ അഥവാ കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോണ്ടൂർ ഇൻ്റഗ്രൽസ് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ വിത്ത് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷൻ ആണെങ്കിൽ അത്തരം കോണ്ടൂറുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് കോണ്ടൂർ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ കോഷി-ഗോസെറ്റ് തിയറം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിയറമാണ്. അപ്പോൾ ആ തിയറം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ രണ്ട് ടൈപ്സ് ഓഫ് ഡൊമെയിൻസിനെ കുറിച്ച് അറിയണം. സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആൻഡ് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ. ഓക്കെ, അപ്പൊ എന്താണ് സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് നോക്കാം. ഒരു ഡൊമെയിൻ ഡിനെ നിങ്ങൾ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആണെന്ന് പറയണമെങ്കിൽ ആ ഡൊമെയിനിലെ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാലും, ദറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലൈയിങ് ഇൻ ഡി, അതിൽ തന്നെ കിടക്കണം. ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്താലും അത് കംപ്ലീറ്റ്ലി ഡിയിനകത്ത് തന്നെ കിടക്കുന്നതാണെങ്കിൽ അതിനെ നമുക്കൊരു പോയിന്റ് ആയിട്ട് ചുരുക്കാനായിട്ട് പറ്റണം. ഇനി അത് അല്ലെങ്കിൽ, അതായത് ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡൊമെയിനിലെ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാലും ആ കോണ്ടൂറിന് അകത്ത് വരുന്ന പോയിന്റ്സ് കംപ്ലീറ്റ്ലി ഡിയിലത്തെ പോയിന്റ്സ് മാത്രമായിരിക്കണം. ദാറ്റ് ഈസ് ഇറ്റ് എൻക്ലോസസ് ഓൺലി പോയിന്റ്സ് ഓഫ് ദ ഡൊമെയിൻ ഡി ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സിംപ്ലി കണക്റ്റഡ് എന്ന് പറയും. ഇനി കുറച്ചും കൂടി ഇതാക്കി പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു ഹോൾസും, നമ്മുടെ ഡൊമെയിൻ ഡിയിൽ ഒരു ഹോൾസും തന്നെ പാടില്ല. അങ്ങനെയുള്ള ഡൊമെയിനെ നമുക്ക് സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആണെന്ന് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ മൂന്നും ഒരേ കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഫിഗർ എയിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് നോക്കി നോക്കാം. ഡി എന്നൊരു ഡൊമെയിൻ തന്നിട്ടുണ്ട്. ഡിയിൽ എന്നുള്ള ഡൊമെയിനിൽ ആദ്യം ഞാൻ പറഞ്ഞത് ഇതിനകത്തെ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവിന് എടുത്താലും അയാളെ നിങ്ങൾക്ക് പോയിന്റ് ആക്കാനായിട്ട് പറ്റണം, വിച്ച് ലൈസ് കംപ്ലീറ്റ്ലി ഇൻ ഡി. ഇപ്പം നിങ്ങൾ ഇതിനെ എങ്ങനെ ഇതേപോലത്തെ ഏതൊരു കർവ് എടുത്താലും അതിനെ നിങ്ങൾ ചെറുതാക്കി വന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്തെ നിങ്ങൾക്കൊരു പോയിന്റ് ആക്കാനായിട്ട് പറ്റും. പക്ഷെ അതേപോലെ നിങ്ങൾ ഇവിടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആ വൈറ്റ് പാച്ചസ് ഒന്നും തന്നെ നിങ്ങളുടെ ഡൊമെയിനിൽ ഇല്ലാത്ത പോയിന്റ്സ് ആണ്. അപ്പൊ ഇതിനെ നിങ്ങൾ എത്ര ഇതാക്കിയാലും നിങ്ങൾക്ക് എന്താവില്ല, പോയിന്റ് ആവില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ഡിയിനകത്തുള്ള ഒരു പോയിന്റായി കിട്ടില്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കുക, നിങ്ങൾ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറും എടുക്കുക, അതിനകത്ത് വരുന്ന പോയിന്റ്സ് ഇല്ലേ, അത് ഡിയിലത്തെ പോയിന്റ്സ് മാത്രമേ പാടുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും അത് അതിനകത്തുള്ള പോയിന്റ് ആണ്. പക്ഷെ ഈ ഫിഗറിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇത്തരത്തിലൊരു കോണ്ടൂർ കൺസിഡർ ചെയ്താൽ ഇതിനകത്തുള്ള പോയിന്റ്സ് ഡിയിലത്തെ പോയിന്റ്സ് ആണോ, ഈ വൈറ്റ് പാച്ച് നമ്മുടെ ഡൊമെയിനിലെ പോയിന്റ് അല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇതൊരിക്കലും എന്താവില്ല, ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആവില്ല. ഓക്കെ, ഇനി ഇങ്ങനെ സിംപ്ലി മാത്രമല്ല, പിന്നെ ഹോളുടെ കാര്യം പറഞ്ഞു. ഇവിടെ ഹോൾസ് ഒന്നുമില്ല. ഇവിടെ നോക്കുക, 2 ഹോൾ ഉണ്ട്. വൈറ്റ് പാച്ച് 2 പറഞ്ഞില്ലേ, അത് 2 ഹോളായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത എല്ലാ ഡൊമെയിനെയും നമ്മൾ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്നാണ് പറയുക. ഒരു ഹോൾ ഉണ്ടെങ്കിൽ അത് ഡബിളി കണക്റ്റഡ് ഡൊമെയിനും, 2 ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയും. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ. കാരണം ഇത് സിംപ്ലി കണക്റ്റഡ് അല്ല എന്ന് പറഞ്ഞു. അതിൽ തന്നെ വേണമെങ്കിൽ സ്പെസിഫിക്കലി 2 ഹോൾ ഉള്ളത് കൊണ്ട് ഇതൊരു ട്രിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് കോഷീസ് തിയറം എന്താ പറയുന്നത് എന്ന് നോക്കാം. സപ്പോസ് നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി ആണെന്ന് വിചാരിക്കാം. കൂടാതെ എഫ് ഡാഷ് കണ്ടിന്യൂസ് ഇൻ ഡിയും ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, സി ഇൻ ഡി നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, അതായത് നിങ്ങളുടെ ക്ലോസ്ഡ് കോണ്ടൂർ ഡിയിൽ ഉണ്ടാവണം, എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുക ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന്. ഓക്കെ, എന്തൊക്കെ വേണം കണ്ടീഷൻസ്? ആദ്യം നിങ്ങളുടെ ഡൊമെയിൻ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആയിരിക്കണം.
അവിടെ എഫ് അനലിറ്റിക് ആയിരിക്കണം, കൂടാതെ എഫ് ഡാഷ് കണ്ടിന്യൂസ് ഇൻ ഡി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ഇൻ ഡി എടുത്താലും ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ എളുപ്പമാണ്. നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഗ്രീൻസ് തിയറവും കോഷി റീമാൻ കണ്ടീഷൻസും. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആളെ എഴുതാം. ആരായിരുന്നു ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. നമ്മൾ കണ്ടതാണ് എഫ് ഓഫ് സെഡിനെ നമ്മൾ യു പ്ലസ് ഐ വി എന്നും ഡി സെഡിനെ ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്നും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്ന ആളെ 2 റിയൽ ഇന്റഗ്രൽസ് ആക്കിയിട്ട് മാറ്റാം അല്ലെ? ഇത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഓരോ ആളിലും നിങ്ങൾ നിങ്ങളുടെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രീൻസ് തിയറം നമുക്കൊന്ന് റീകോൾ ചെയ്യാം. അതെന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ എന്നാണ്, അഥവാ ഡി എ എന്നും പറയാം. അപ്പൊ അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ പിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് യു ഓഫ് എക്സ് വൈയും ക്യൂവിന്റെ സ്ഥാനത്ത് മൈനസ് വി എക്സ് വൈയും ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് പിയുടെ സ്ഥാനത്ത് യു പറഞ്ഞു, സോ ഡോ യു ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈക്ക് പകരം ഡി എ. ഓക്കെ, എനിവേ ഇനി പ്ലസ് ഐ ഇൻറ്റു സിമിലർ ഇത് ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഓക്കെ, അപ്പോൾ പിയുടെ സ്ഥാനത്ത് വി, ക്യൂവിന്റെ സ്ഥാനത്ത് യു, സോ ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ വൈ ഡി ഡബിൾ ഇന്റഗ്രൽ ആക്കിയിട്ട് മാറ്റാം. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഡാഷും കണ്ടിന്യൂസ് ഇൻ ഡി ആണെന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയാനായിട്ട് പറ്റുക? റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വിയുടെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യും, അവരെല്ലാവരും കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഡി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ എഫ് അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് കണ്ടീഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും? കോഷി റീമാൻ കണ്ടീഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കോഷി റീമാൻ കണ്ടീഷൻ എന്താ പറയുന്നത്? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. അപ്പൊ ഈ ഇന്റഗ്രൽ 0 ആയി. ഇനി അടുത്തത് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. സോ അഗെയിൻ ദിസ് ഇന്റഗ്രലും നിങ്ങൾക്ക് 0 ആയി. ഓക്കെ, സോ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ കണ്ടതിൽ നമ്മുടെ നേരത്തെ കോഷി തിയറത്തില് എഫ് അനലിറ്റിക് ആയിരിക്കണം സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡിയില്. ദെൻ ഒരു കണ്ടീഷനും കൂടി നമ്മൾ വെച്ചിരുന്നു. എന്താണ്? എഫ് ഡാഷ് എന്ന് പറയുന്നത് ഡിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി ആ കണ്ടീഷൻ എടുത്തു മാറ്റിയാലും ഫോർ എവറി ക്ലോസ്ഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി ഇൻ ഡി നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണെന്ന് പറയാൻ സാധിക്കും. ഈ തിയറമാണ് കോഷി ഗോസെറ്റ് തിയറം. ജസ്റ്റ് ഒരു കണ്ടീഷനെ എടുത്തു മാറ്റിയിട്ട് കിട്ടുന്നതാണ് കോഷി ഗോസെറ്റ് തിയറം. നേരത്തെയുള്ള അതേ പ്രൂഫ് ഇതിനും ബാധകമാണ്. കാരണം എഫ് അനലിറ്റിക് ആണെങ്കിൽ എല്ലാ ആളുകളും അനലിറ്റിക് ആണെന്ന് പറഞ്ഞ് അനലിറ്റിക് ആകുമ്പോൾ ഡിഫറൻഷ്യബിൾ ആയിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും, പിന്നെ അനലിറ്റിക് ആയതുകൊണ്ട് കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രൂഫ് നേരത്തെ തന്നെ വേണമെങ്കിൽ ഒന്ന് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറും ഇന്റീരിയറിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആയിട്ട് കാണാം. അങ്ങനെ കണ്ട എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഈ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി, സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി എന്നുള്ള ആളെ നമുക്ക് വേണമെങ്കിൽ എടുത്തു മാറ്റിയിട്ട് ഇങ്ങനെ പറയാം: ഇഫ് എഫ് ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് വിത്തിൻ ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. എന്താ വേണ്ടത്? എഫ് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഉണ്ടെങ്കിൽ അതിനകത്തും ആ പോയിന്റ്സിലും, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതാണ് കോണ്ടൂർ എടുക്കുന്നതെങ്കിൽ ഈ ലൈനിനും ഇതിനകത്ത് വരുന്ന എല്ലാ പോയിന്റ്സിലും നമ്മുടെ എഫ് അനലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് 0 ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോഷി ഗോസെറ്റ് തിയറം ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കാം. വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ദ കോണ്ടൂർ ഇ റൈസ് ടു സെഡ് ഡി സെഡ് വേർ സി എന്ന് പറയുന്നത് ഇതിലത്തെ കർവാണ് എന്ന് വിചാരിക്കുക. ഈ കാണുന്ന കർവാണ്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സാധാരണ നമ്മളൊരു കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കർവിനെ ആദ്യം പാരാമട്രൈസ് ചെയ്യണം. ഇതിപ്പോൾ ഒരു പ്രത്യേക ഷേപ്പല്ല, നമ്മൾ ഒരുപാട് സ്പ്ലിറ്റ് ചെയ്ത് ഇതാക്കി ചെയ്യേണ്ടിയൊക്കെ വരും. അത് കുറച്ച് ടെഡിയസ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും. അപ്പോൾ അവിടെ അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക ഈ കോഷി-ഗോസെറ്റ് തിയറം. അപ്പോൾ കോഷി-ഗോസെറ്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം? തന്നിട്ടുള്ള ഫംഗ്ഷൻ, ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് e⁻z ആണ്. e⁻z പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു എൻറ്റയർ ഫംഗ്ഷനാണ്, എല്ലാം അവിടെയും അനലിറ്റിക് ആണ്. പിന്നെ ഈ ഇപ്പം പറഞ്ഞ ഈ സീനകത്തുള്ള സിയിലും സീനകത്ത് വരുന്ന പോയിന്റ്സിലും അതെന്ത് തന്നെയായിരിക്കും? അനലിറ്റിക് തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് ഒറ്റ വരിയിൽ പറയാം, by Cauchy-Gaussian theorem, this value of this integral is equal to 0 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ c dz by z square where c is the ellipse x minus 2 the whole square plus y minus 5 the whole square by 4 equal to 1. അപ്പോൾ എഗെയിൻ ഇതൊരു ഈ ഫംഗ്ഷന് നമ്മൾ എന്താ പറയുക, പാരാമട്രൈസ് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോഷി-ഗോസെറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എലിപ്സ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z². എവിടെയാണ് ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തത്? ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ എവിടെയാണോ 0 അവിടെ ആയിരിക്കും ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ വരിക. സോ z² 0 ആകുന്ന ഭാഗത്താണ് ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം z 0 ആകുന്ന ഭാഗത്താണ് ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ വരിക. അപ്പോൾ ഈ കോണ്ടൂർ എന്ന് പറയുന്നത് ഇതാണ്. ഈ കോണ്ടൂറിനകത്ത് ഈ 0 വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. കാരണം കോണ്ടൂറിലും കോണ്ടൂറിന് അകത്തും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയാം, വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് 0 ആണ് എന്ന് പറയാം. അപ്പോൾ അത് നോക്കാനായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഏത് പോയിന്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയത് ആ പോയിന്റ് നിങ്ങളുടെ കോണ്ടൂറിന് അകത്താണോ പുറത്താണോ എന്ന് നോക്കുക. ഇവിടെ z ഈക്വൽ ടു 0 ആണ്, ഇവിടെ തന്നിരിക്കുന്ന എക്സിൻ്റെയും വൈയുടെയും ടേംസിലാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ എന്താക്കി എഴുതുക? ഓർഡേർഡ് പെയർ ആക്കിയിട്ട് എഴുതുക, XYയുടെ ടേംസിൽ എഴുതുക. അപ്പോൾ XYയുടെ ടേംസിൽ എഴുതുമ്പോൾ z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ 0 0 ആണ്. അപ്പോൾ എക്സും 0 വൈയും 0. അപ്പോൾ എക്സും 0 വൈയും 0 എന്ന് പറഞ്ഞാൽ 4 + 25/4 ആണ്. അപ്പോൾ ഈ വാല്യൂ തീർച്ചയായിട്ടും 1നേക്കാളും കൂടുതലാണ് അല്ലേ? അപ്പോൾ ഈ നമ്മുടെ ഒറിജിൻ കിടക്കുന്നത് നമ്മുടെ ഈ കോണ്ടൂറിന് പുറത്താണ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പോയിന്റിനെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള പോയിന്റിനെ സെഡിൻ്റെ ടേംസിലാണെങ്കിൽ അങ്ങനെ, ഇനി എക്സിൻ്റെയും വൈയുടെയും ടേംസിലാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കോണ്ടൂറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ വാല്യൂവിനേക്കാളും നിങ്ങളുടെ വലുതാണ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ നിങ്ങളുടെ പോയിന്റ് പുറത്താണ് കിടക്കുന്നത്. ചെറുതാണെങ്കിൽ നമ്മൾ പറയും ഈ തന്നിട്ടുള്ള കോണ്ടൂറിന് അകത്താണ് കിടക്കുന്നത് എന്ന്. നമ്മൾ ഇനിയും എക്സാമ്പിൾസ് കാണും, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് ഈ സൈഡായിരുന്നു ഗ്രേറ്റർ, വിച്ച് മീൻസ് അവർ പോയിന്റ് z ഈക്വൽ ടു 0 ലൈസ് ഔട്ട്സൈഡ് ദ കോണ്ടൂർ ആൻഡ് ഹെൻസ് അതിൻ്റെ വാല്യൂ എത്രയാണ്? ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്താണെന്ന് പറയാം? 0 ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് given the flow f of z equal to cos z the whole bar, compute the circulation around and the net flux across C, where C is the square with vertices z equal to 1, z equal to I, z equal to -1 and z equal to -i. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർക്കുലേഷനും നെറ്റ് ഫ്ലക്സുമാണ്. സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും പിന്നെ നമ്മുടെ ഈ കോണ്ടൂർ ഇൻ്റഗ്രലും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടതാണ്. എന്താണ് റിലേഷൻ? നിങ്ങൾ ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ദ ഹോൾ ബാർ ഡി സെഡ് എന്ന ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. അതിൻ്റെ റിയൽ പാർട്ടായി അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ആ കിട്ടുന്നതിൻ്റെ റിയൽ വാല്യൂ ആണ് നിങ്ങളുടെ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇമാജിനറി പാർട്ടാണ് നിങ്ങളുടെ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ആ കർവിന് ഇതായിട്ട്. അപ്പം നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ദ ഹോൾ ബാർ ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് സെഡ് ആണ് കോസ് സെഡ് ദ ഹോൾ ബാർ.
അപ്പോൾ അതിൻ്റെയും ബാർ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് അതെന്ത് കിട്ടും? സെഡ് ബാർ ദ ഹോൾ ബാർ സെഡ് ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി കോസ് സെഡ് ഡി സെഡ് എന്ന് കിട്ടും. അപ്പോൾ ഇനി കോസ് സെഡ് ഡി സെഡ് നമ്മുടെ സ്ക്വയർ വിത്ത് വേർട്ടിസസ് ഇവിടെ ഇവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 1 0 എന്നുള്ള പോയിന്റ്, സെഡ് ഈക്വൽ ടു I പറയുമ്പോൾ 0 1 എന്നുള്ള പോയിന്റ്, സെഡ് ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ -1 0 എന്നുള്ള പോയിന്റ്, ആൻഡ് സെഡ് ഈക്വൽ ടു -I പറയുമ്പോൾ 0 -1 എന്നുള്ള പോയിന്റ്. ഈ ഇതിനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കിട്ടുന്ന ആളാണ്. അപ്പോൾ അതാണ് സ്ക്വയർ. അപ്പോൾ വേറെ ഇതൊന്നും നോക്കണ്ട. ഈ തന്നിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഇതിനകത്ത് അനലിറ്റിക് ആണോ എന്ന് നോക്കാം. തന്നിട്ടുള്ള ആൾ ആരാണ്? കോസ് സെഡ് ആണ്. ക്ലിയർലി കോസ് സെഡ്, സൈൻ സെഡ്, e⁻z ഇവരെല്ലാം എൻഡിയർ ഫംഗ്ഷൻസ് ആണെന്ന് അറിയാം. സോ എഗെയിൻ ബൈ കോഷി-ഗോസെറ്റ് തിയറം നിങ്ങൾക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്ന് പറയാം? 0 ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ റിയൽ പാർട്ടും 0 തന്നെയാണ്, ഇമാജിനറി പാർട്ടും 0 ആണ്. സോ ഇവിടെ സർക്കുലേഷൻ ആണെങ്കിലും നെറ്റ് ഫ്ലക്സ് അക്രോസ് ഇ ആണെങ്കിലും ആൻസർ ഈസ് 0. ഓക്കെ, അപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടത് കോഷി-ഗോസെറ്റ് തിയറം ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിനിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോഷി-ഗോസെറ്റ് തിയറം ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിനിലാവുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിനിൽ ഇവിടെ അവർ ആദ്യം കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു ഹോളുള്ള ഒരു ഡൊമെയിനാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് മറ്റ് ഡൊമെയിൻസിലേക്ക് ഈ കാര്യം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ സപ്പോസ് ഡി എന്നുള്ളൊരു ഡൊമെയിൻ തന്നിട്ടുണ്ട്. അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അഥവാ പോസിറ്റീവ് ഓറിയൻറ്റേഷനിൽ കിടക്കുന്ന ഒരു കർവാണ് സി. ആൻഡ് C1 എന്ന് പറയുന്നതാണെങ്കിലോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിടക്കുന്ന, നിങ്ങളുടെ ഈ വൈറ്റ് പാച്ചിനെ കവർ ചെയ്ത് കിടക്കുന്ന ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിടക്കുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ സി എന്ന് ഈ ഇൻ്റഗ്രൽ ഓവർ സി f(z) dz ഇവിടെ നമുക്ക് എന്താ വരിക? തീർച്ചയായിട്ടും നമുക്ക് 0 ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. കോഷി-ഗോസെറ്റ് തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് നോക്കാം. അപ്പം ഈ തന്നിട്ടുള്ള ആളെ ഞാനൊന്ന് മാറ്റി എഴുതിക്കോട്ടെ. അതായത് ഞാൻ എങ്ങനെയാണ് മാറ്റണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ലൈനിൽ നിന്ന് ഈ കോണ്ടൂറിനെയും കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ സെഗ്മെൻ്റ് അവിടെ വരയ്ക്കുന്നുണ്ട് AB. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്? അതായത് മൊത്തം ഞാൻ എന്ത് ഇൻ്റഗ്രലാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. അതായത് ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി ഈ ഫസ്റ്റ് കർവിനെ ആൻറ്റി ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്ത് ഞാൻ എയിൽ തന്നെ എത്തി. പിന്നെ അവിടെ നിന്ന് ഞാൻ ഈ ബിയിലേക്ക് വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്ത് ദെൻ എഗെയിൻ എയിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ഇൻ്റഗ്രൽ ഫോമിലൊന്ന് എഴുതാം. ഒരു മിനിറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ ഇൻ്റഗ്രലായിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ രീതിക്കാണ് വരിക. ഞാൻ അതിനകത്തുള്ള f(z) dz ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് അറിയാനുള്ളതിന്. ആദ്യം നിങ്ങൾ ഈ സി എന്നുള്ള കോണ്ടൂറിൽ കൂടെ പോയി, പിന്നെ നിങ്ങൾ ABക്ക് പോയി, പിന്നെ മറ്റേതിനെ നിങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് C1 എന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ നിങ്ങൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ആദ്യം മൂവ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇവിടെ -C1 ഞാൻ കൊടുത്തത്. ദെൻ ഇവിടുന്ന് അങ്ങോട്ട് BA എന്ന് പറഞ്ഞു പോയി, കാരണം ഡയറക്ഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് 0 വന്നത് എന്ന് വെച്ചാൽ f(z) നമ്മൾ പറയുന്നത് ഈ സിയിലും C1ലും ഇതിനിടയിലുള്ള എല്ലാ ഭാഗത്തും തന്നെ f(z) അനലിറ്റിക് ആണ്. എന്ന് വെച്ചാൽ അത്രയും ഭാഗം നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ കിട്ടി. ഈ ഭാഗങ്ങളൊക്കെ, അതായത് നമ്മുടെ ഈ C1ന് പുറത്തും സിക്ക് അകത്തുമുള്ള ഭാഗം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആയിട്ട് കാണാം. അവിടെ നമുക്ക് കോഷി-ഗോസെറ്റ് തിയറം അപ്ലൈ ചെയ്യുകയും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 0 എന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ABയും BAയും ആകുമ്പോൾ ഒന്നിൻ്റെ നെഗറ്റീവ് സൈനാണ് വരിക. അപ്പോൾ അവർ ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് 0. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ C ഈക്വൽ ടു ഇതിനിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ്. എഗെയിൻ ഇത് മൈനസും
ഇതിനെ മാറ്റി എഴുതുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ്, പിന്നെ ഇതിൻ്റെ ഒരു മൈനസും കൂടി ആകുമ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ C1 ആയിട്ട് മാറും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇൻ്റഗ്രൽ ഓവർ CF(z)dz ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രൽ ഓവർ C1 കൗണ്ടർ ക്ലോക്ക് വൈസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താലും മതി. അപ്പം എന്താ ഇവിടെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ചെയ്തത് ഒരു പാത്തിനെ ഡീഫോം ചെയ്ത് ചെയ്യണം. അതായത് ഇത്തരം ഈ പ്രിൻസിപ്പളിനെയാണ് സിയിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടതിനെ നിങ്ങളിങ്ങനെ രൂപം മാറ്റി C1 ആക്കി വിളിച്ചു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡീഫോർമേഷൻ ഓഫ് കോണ്ടൂഴ്സ്. അതായത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇൻ്റഗ്രൽ അല്ലേ, അതിന് നിങ്ങൾ പറയുന്ന ആ വഴി തന്നെ സി കൂടെ പോവാതെ അതിനെ വേറെ ഒരു രീതിക്ക് മാറ്റിയിട്ട് ആവുമ്പോൾ നമുക്ക് പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ ഓവർ C(dz/z-i) വേർ നിങ്ങളുടെ കോണ്ടൂർ C എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഫിഗറിൽ തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഈ സംഭവത്തിന് നിങ്ങൾ പാരാമെട്രൈസ് ചെയ്തിട്ടോ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ കഷ്ടമാണ്. സോ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കോഷി-കോസെറ്റ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്നാണ്. അപ്പോൾ കോഷി-കോസെറ്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ f(z) എന്ന് പറയുന്നത് 1/z-i ആണ്. അപ്പോൾ 1/z-i ഒരു റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ 0 ആകുന്ന ഭാഗത്ത് ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കില്ല. അപ്പോൾ z-i 0 ആകുന്ന ഭാഗത്ത് അഥവാ zi ആവുന്ന ഭാഗത്ത് ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അപ്പോൾ നമുക്കിവിടെ കോഷി-കോസെറ്റ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡീഫോർമേഷൻ ഓഫ് കോണ്ടൂഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾക്ക് ആരാണ് ഇവിടെ അനലിറ്റിക് അല്ലാണ്ടാവുന്നത്? z=i. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ z=i സെൻറ്ററായിട്ട് നമ്മളൊരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുന്നു. സോ ദാറ്റ് ആ സർക്കിൾ ഈ കോണ്ടൂറിനകത്ത് തന്നെ വരുമാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ വരയ്ക്കുമ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ -2, ഇവിടെയൊക്കെ എക്സിൻ്റെ വാല്യൂ 2 ഒക്കെയാണ്. അപ്പോൾ 1 റേഡിയസ് ഉള്ള, പിന്നെ മുകളിലാണെങ്കിൽ 4, താഴെയാണെങ്കിൽ -2. സോ ഐ സെൻറ്ററായി 1 റേഡിയസിലുള്ളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഈ കോണ്ടൂറിന് അകത്ത് തന്നെയാണ് കിടക്കുക. അതിന് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് എന്താ പറയുക ഓറിയൻറ്റേഷൻ കൊടുക്കണത്. കാരണം ക്ലോക്ക് വൈസ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാലും ലാസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് വന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇനി ഈ രീതിക്കാണ് പ്രൊസീഡ് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ കൊടുത്തു. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ C(dz/z-i) നമ്മുടെ ഇപ്പോഴത്തെ ഡിഫോർമേഷൻ ഓഫ് പാത്ത് പ്രകാരം നമുക്ക് ഇതാക്കി മാറ്റാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക, ഇതൊരു ഈ ഒരു പോയിന്റിൽ മാത്രമാണല്ലോ ഇത് അനലിറ്റിക് അല്ലാത്ത. അപ്പം അതിനെ മാത്രം മാറ്റിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C1 കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ dz/z-i ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ മോഡ് z-i = 1 ഇതാണ് നമ്മുടെ സർക്കിള്. പാരാമെട്രൈസ് ചെയ്യാലോ. അപ്പോൾ ഈസി ആയിട്ട് പാരാമെട്രൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ടിയുടെ നിങ്ങൾ ആദ്യം പാരാമെട്രൈസ് ചെയ്യുമ്പോൾ z=i + e⁻it. അതായത് z-i നിങ്ങൾ e⁻it വിളിക്കും. സോ z=i + e⁻it where t varies between 0 and 2π. ആ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് dz-ന് വീണ്ടും e⁻it dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യുവർ ആൻസർ വിൽ ബി 2πi. ഓക്കെ, ഇനി നമുക്ക് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സപ്പോസ് z0 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ല, ഒരു റിസൾട്ട് പോലെ വേണമെങ്കിൽ ഓർക്കാം. z0 എന്ന് പറയുന്നത് എനി കോൺസ്റ്റന്റ് കോംപ്ലക്സ് നമ്പർ ഇന്റീരിയർ ടു എനി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ C ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻ്റഗ്രൽ ഓവർ C ആ ക്ലോസ്ഡ് കോണ്ടൂർ dz/z-z0n എന്ന് പറയുന്നത് 2πi ആവും n 1 ആകുമ്പോൾ. അല്ലാത്തപ്പോഴെല്ലാപ്പോഴും അല്ലാത്ത ഏത് ഇൻറ്റീജർ വാല്യൂ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും 1 അല്ലാത്ത ഏത് ഇൻറ്റീജർ വാല്യൂ എടുത്താലും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണ് എന്ന് കാണിക്കണം. അപ്പം
n1 ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേരത്തെയുള്ള ഭാഗത്തിൽ നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐക്ക് പകരം z0 വരും എന്നുള്ളതാണ്. 1 എന്നുള്ള റേഡിയസിന് പകരം നിങ്ങൾക്ക് സം r എന്നുള്ള റേഡിയസ് എടുക്കാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടൂർ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ r എന്ന് എടുത്തത്. ആണ് തീർച്ചയായിട്ടും ഒരു r എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് സെയിം റീസണിങ് വെച്ചിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും പിന്നെ ഒരേപോലെ തന്നെയാണ് പോവുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ 2πi ആണ് എന്ന് പറയാം. കാരണം മോഡ് സെറ്റ് മൈനസ് z0 ഈക്വൽ ടു r എടുത്താൽ ഈ പാരാമെട്രൈസേഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരും. എന്ത് വരും? z ഈക്വൽ ടു z0 പ്ലസ് r e⁻it എന്ന് വരും. പക്ഷെ ആ r ഒക്കെ നിങ്ങൾക്ക് ക്യാൻസൽ ആയി പൊക്കോളും, നിങ്ങളെ വേറെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോണ്ടൂറായിട്ട് നിങ്ങൾ C1 കോണ്ടൂറായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് മോഡ് z മൈനസ് z0 ഈക്വൽ ടു r എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫോർ ഏതൊരു ഇൻറ്റിജർ വാല്യൂ n ≠ ഈക്വൽ ടു 1 ഈ ഇൻ്റഗ്രൽ 0 ആണെന്നാണ്. അപ്പം അതിന് നമുക്ക് കേസുകളാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക, നമ്മുടെ ഇൻറ്റിജർ n എന്നുള്ള ഇൻറ്റിജർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ 1/z മൈനസ് z0 ഹോൾ റേസ് ടു n ശരിക്കും ഒരു പോളിനോമിയൽ ആയിട്ടാണ് വരിക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക n-ന് ഞാൻ -2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്ത് വരും? 1/z മൈനസ് z0 ദ ഹോൾ റേസ് ടു -2. അപ്പോൾ അത് ഇതിലെ മുകളിലേക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ z മൈനസ് z0 ഹോൾ സ്ക്വയർ ആണെന്നാണ് വരിക. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് ഒരു പോളിനോമിയലാണ് കിട്ടുന്നത്. പോളിനോമിയൽ ആണെങ്കിൽ അതൊരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോഷി-ഗോസെറ്റ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്താണെന്ന് പറയാം? 0 ആണെന്ന് പറയാം. ഇനി n ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കാം. എങ്കിൽ ഈ ഇൻ്റഗ്രലാണ് കാണേണ്ടത്. അതിനുവേണ്ടി ഞാൻ ക്ലോസ്ഡ് ഒരു C1 എന്നുള്ള സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിനെ എങ്ങനെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ z0 സെൻറ്റർ ആയിട്ട് r റേഡിയസ് ഉള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു പാരാമെട്രൈസ് ചെയ്ത് കാര്യങ്ങളാക്കുകയാണെങ്കിൽ z ഈക്വൽ ടു z0 പ്ലസ് r e⁻it എന്നായിരിക്കും. 0-നും 2π-ക്കും ഇടയിലാണ് t വേരി ചെയ്യുക. അപ്പോൾ dz പറയുമ്പോൾ ri e⁻it dt എന്ന് കിട്ടും. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിമ്പിളായി നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരും. നമുക്കറിയാം e⁻i എനി ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് 2π ഈസ് വാല്യൂ 1 ആണ് വരിക. അപ്പോൾ ഇതിലും 2πയിൽ വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1, അല്ലാത്തപ്പോഴും ഇതിൻ്റെ വാല്യൂ 1, അതായത് അല്ലാത്തപ്പോഴല്ല 0 ആകുമ്പോഴും ഇതിൻ്റെ വാല്യൂ 1. സോ 1 - 1 0 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ആണിത്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് you have to evaluate the integral over c 5z plus 7 by z square plus 2z minus 3, where c is the circle mod z minus 2 equal to 2. Again നമുക്ക് കോഷി-ഗോസെറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇയാൾ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ 0 ആവുന്ന ഭാഗങ്ങളിലാണ് ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ ആവുക. സോ ഹിയർ അവർ ഡിനോമിനേറ്റർ ഈസ് z സ്ക്വയർ പ്ലസ് 2z മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് എഴുതാം? z പ്ലസ് 3 ഇൻറ്റു z മൈനസ് 1 ഈക്വൽ ടു 0. സോ ഇത് അനലിറ്റിക് അല്ലാത്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു -3ഉം z ഈക്വൽ ടു 1ഉം ആണ്. ആ രണ്ട് പോയിന്റ്സിനെയും നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ മോഡുലസ് ഓഫ് z -3 പറയുമ്പോൾ -3 -2 -5, അതായത് 5 ആണ്. ഇത് 2 ആണ്. ഇതിനേക്കാളും വലുതാണല്ലോ. വിച്ച് മീൻസ് ഇയാൾ എവിടെയാണ് കിടക്കുന്നത്? ഈ കോണ്ടൂറിന് പുറത്താണ് കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ആരാണ്? -1 ഇട്ട് കൊടുത്താൽ മോഡുലസ് ഓഫ് 1 - 2 ദാറ്റ് ഈസ് -1. മോഡുലസ് ഓഫ് -1 ഈസ് 1. അപ്പോൾ ഈ വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഈ കോണ്ടൂറിന് അകത്താണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായി നമുക്ക് കോഷി-ഗോസെറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കടക്കുകയാണ്. നമുക്ക് എന്താ പറയുക, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇയാളെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇയാളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണല്ലോ പാർഷ്യൽ ഫ്രാക്ഷൻസ് വരുന്നത്. അപ്പോൾ 5z പ്ലസ് 7 ബൈ z സ്ക്വയർ പ്ലസ് 2z മൈനസ് 3 ഇത്തരത്തിൽ എഴുതി. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു a ബൈ z1 പ്ലസ് b ബൈ z3.
ദെൻ z+3 × z-1 ഇപ്പുറത്തെ LCM എടുത്താൽ രണ്ട് സൈഡും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ z-3 ആവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ടേം 0 ആയി പോവും. ഇവിടെ -4b വരും. അത് അപ്പോൾ ബിയുടെ വാല്യൂ 2 കിട്ടും. സിമിലർലി z1 ആകുമ്പോൾ ഈ ടേം 0 ആയി പോവും. ഇവിടുന്ന് 4a = 12 അഥവാ a = 3 ആണ് എന്ന് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഇൻ്റഗ്രലിനെ നമുക്ക് ഈ രണ്ട് ഇൻ്റഗ്രൽ ഇങ്ങനെയായിട്ട് നിങ്ങൾ എഴുതും പാർഷ്യൽ ഫ്രാക്ഷൻസ് വെച്ചിട്ട്. സോ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്ത് സം ചെയ്താൽ മതി. അപ്പോൾ ഈ നമ്മൾ കണ്ടതാണ് z=1 ആണ് ഈ കോണ്ടൂറിനകത്ത് കിടക്കുന്നത്, ഈ പോയിന്റ് പുറത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റഗ്രലിൽ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ആരെ അപ്ലൈ ചെയ്യാം? കോഷി-ഗോസെറ്റ് തിയറം അപ്ലൈ ചെയ്താൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടും. ഇനി ഈ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസല്ലേ, അതായത് നിങ്ങളുടെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സിയിൽ കിടക്കുന്ന പോയിന്റാണ്, അകത്ത് കിടക്കുന്ന പോയിന്റാണ് z0. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ c dz/z - z0 ഹോൾ റൈസ് ടു n സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് ആരാണ്? 1 ആണ്. കാരണം 1 എന്നുള്ള പോയിന്റ് ഈ കോണ്ടൂറിനകത്താണ് കിടക്കുന്നത്. അപ്പം ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എത്രയാണ്? n1 ആവുമ്പോൾ എത്രയാണ് വാല്യൂ? 2πi ആണ്. സോ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2πi ആണ്. ഇവിടെ ഒരു 3 കൂടി ഉണ്ട്. സോ ആൻസർ ഈസ് 6πi. ഓക്കെ, ഇനി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഡീഫോർമേഷൻ ഓഫ് പാത്ത് നമുക്കൊരു ട്രിപ്ലി കണക്റ്റഡ് ഡൊമെയിനിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ AB എന്നുള്ള ആൾ എടുത്ത പോലെ ഇവിടെ ലൈൻ സെഗ്മെൻറ്റ്സ് എടുക്കണം. പക്ഷെ അതിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ വാല്യൂ അത് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് എന്തായി പൊക്കോളും? ക്യാൻസലായി പൊക്കോളും. സോ നിങ്ങൾക്കൊരു ആൻറ്റി ക്ലോക്ക് വൈസിൽ നിങ്ങളൊരു കോണ്ടൂർ എടുത്തു, ആ പാച്ചസിന് ചുറ്റും നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ആയിട്ട് C1 C2 ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ സിയുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈ ഇൻ്റഗ്രലിൻ്റെയും നിങ്ങൾക്ക് സം ആയിരിക്കും. വേർ C1 നിങ്ങൾ എടുക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഐ മീൻ നേരത്തെ നമ്മുടെ ആ പ്രൂഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രാവൽസ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലോക്ക് വൈസിൽ പോവും എന്നിട്ട് ചെയ്യും. അപ്പോൾ മൈനസ് വന്ന് ഇത് പൊക്കോളും. എടുക്കുന്നതെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസിൽ തന്നെ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ടായിട്ട് പറയാം, കോഷി-ഗോസെറ്റ് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് പറഞ്ഞിട്ട്. എത്ര എണ്ണം ഉണ്ടെങ്കിൽ അത്രയും ഇത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ CIസിനൊന്നും കോമൺ ആയിട്ട് ആരും തന്നെ പാടില്ല, പോയിന്റ്സുകളൊന്നും തന്നെ പാടില്ല, ഇൻ്റർസെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പം നമുക്ക് അതോടുകൂടി ആ റിസൾട്ട് ക്ലിയർ ആവും. അപ്പം ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇൻ്റഗ്രൽ ഓവർ C dz/z² + 1 where C is the circle mod z = 3. അപ്പോൾ ആദ്യം ഡയറക്റ്റായി കോഷി-ഗോസെറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ z² + 1 0 അല്ലാത്ത ഭാഗം എന്ന് പറയുമ്പോൾ z² + 1 = 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? z = ±i ആണ്. അപ്പോൾ നമുക്ക് ആ രണ്ട് പോയിന്റ്സിനെയും സെൻറ്റർ ആക്കി വെച്ചിട്ട് നമ്മൾ ഓരോ കോണ്ടൂർ കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മുടെ മൊത്തം വലിയ കോണ്ടൂർ അവർ വരച്ചിട്ടുണ്ട്, മറ്റേ ചെറിയ ചെറിയ കോണ്ടൂറും വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ കോണ്ടൂർ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ പോയിന്റ് 0,1 ഈ പോയിന്റ് 0-1 ആണല്ലോ, വളരെ ചെറിയ റേഡിയസിൽ, അതായത് 1/2 റേഡിയസിൽ നിങ്ങൾ രണ്ട് C1ഉം C2ഉം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ദെൻ എഗെയിൻ നിങ്ങളിവിടെ ആദ്യത്തെ ഈ നിങ്ങളുടെ ഇൻ്റഗ്രലിനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ദെൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ ഇൻ്റഗ്രലിൽ C1ൽ എന്താ വരിക, C2ൽ എന്താണ് വരിക. അപ്പോൾ C1 എന്ന് പറയുമ്പോൾ ഐനെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഇൻ്റഗ്രൽ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 എന്ന ഭാഗം -i ആണല്ലോ, -i നമുക്ക് ഇതിന് പുറത്താണ് വരിക. സോ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 വരും. ഇത് നമുക്ക് നമ്മുടെ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും 2πi ആണെന്ന്. സിമിലർലി C2ലാണെങ്കിൽ ഇത് z = i എന്ന് പറയുന്നത് പുറത്ത് കിടക്കുന്ന പോയിൻ്റാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ 0 ആവും. ഇതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതനുസരിച്ച് 2πi എന്നാണ് വരിക. ഓക്കെ, പിന്നെ ഈ 2i ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്യാൻസലായി ലാസ്റ്റ് നിങ്ങൾക്ക് ആൻസർ 0 ആണ് എന്ന് കിട്ടും. അത് കോഷി-ഗോസെറ്റ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ടല്ല, അതായത് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിനിൽ നമ്മൾ അപ്ലൈ ചെയ്തു, അത് ഓക്കെ. അല്ലാതെ ഇവിടെ അനലറ്റിക് ആയതുകൊണ്ടല്ല എന്ന് പറയുക. അപ്പം ഇങ്ങനെയുള്ള കേസസിലും 0 വരാം.
അല്ലാണ്ട് വരില്ല എന്നുള്ളതൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞാൽ എഫ് സെഡ് അനലിറ്റിക് ഓൺ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണെന്ന് പറയാം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് 0 ആണെന്ന് പറയാം. പക്ഷേ ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് 0 ആയതുകൊണ്ട് ഫംഗ്ഷൻ അവിടെ അനലിറ്റിക് ആവണമെന്നൊന്നും ഇല്ല. അതാണ് ഈ റിമാർക്കിൽ പറയുന്നത്. ഓക്കെ, അത്രമാത്രമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. താങ്ക് യു.